ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഡിസംബർ മാസത്തെ പ്ലാനറാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലാനർ നമ്മൾ ക്രിസ്മസ് തീമിലല്ല എടുത്തിരിക്കുന്നത്, അതിന് പകരം ഫാം തീമിലാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ചിന്തയുണ്ടായിരിക്കും, ഇതെന്താ നിങ്ങൾ ക്രിസ്മസ് തീം എടുക്കാത്തതെന്ന്. എന്താണെന്നറിയത്തില്ല, വേഗം എനിക്ക് ഫാമിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ഫാം തീം എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ പ്ലാനറിൽ ഞാൻ പുതിയ 3 പേജസാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പേജസ് എല്ലാം ഞാൻ ഈ പ്രാവശ്യത്തെ പ്ലാനറിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാനർ ആക്കുന്നതെന്ന് നോക്കാം. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ പ്ലാനർ ചെയ്യുന്ന വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും പ്ലാനർ എന്താണെന്ന്. അതറിയണമെങ്കിൽ ഞാൻ ആദ്യത്തെ എൻ്റെ പ്ലാനറിൻ്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലാനർ നമ്മൾ ഏറ്റവും തന്നെ ഇവിടെ ഒരു കോട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലൈഫ് ഈസ് ബെറ്റർ ഓൺ ദി ഫാം എന്നുള്ള ഒരു കോട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതാണ്. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നമുക്ക് ഗൂഗിളിലുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ക്രാഫ്റ്റ് ബന്ധമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം കൂടുതൽ നമുക്ക് പിൻട്രസ്റ്റിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പിൻട്രസ്റ്റാണ് ഉപയോഗിക്കാറ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളാണെങ്കിലും നോക്കാം കേട്ടോ. ഗൂഗിളിലും ഇതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങളുടേതായ രീതിക്കാണ് നിങ്ങൾക്ക് പ്ലാനർ ആക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലും ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ബോൾഡ് ലെറ്റേഴ്സ് എല്ലാം എഴുതുന്നത്. ബോൾഡ് ലെറ്റേഴ്സും ചിലതൊക്കെ ചെറുതായിട്ടുമാണ് കേട്ടോ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ തീം പേജ് കളർ ചെയ്യാൻ വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് കളർ പെൻസിൽസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അപ്പുറത്തെ പേജിലോട്ട് ബ്രഷ് പെൻ വെച്ച് വരയ്ക്കുമ്പോഴത്തേക്കും പടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കളർ പെൻസിൽ വെച്ച് വരച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മൂഡ് ട്രാക്കർ പേജ് നോക്കാം. മൂഡ് ട്രാക്കർ പേജിൽ ഞാൻ ഈ പ്രാവശ്യം ഒരു വിൻഡ് മില്ല് പോലെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിൻഡ് മില്ലിൽ ഞാൻ അതിൻ്റെ വിങ്സ് അതിൻ്റെ ലീഫിലാണ് കേട്ടോ ഞാൻ മൂഡ് ട്രാക്കറിൻ്റെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ചിന്തിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം എന്നിട്ട് ഞാൻ കളറും കൂടെ ചെയ്യും കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് കളർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇവിടെ ഫുള്ള് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാ ഇതിൻ്റെ ലീഫിൽ നമുക്കൊന്ന് ഇതിൻ്റെ ഡേറ്റ് എഴുതി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ മൂഡുകൾക്കാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഹാപ്പി, സാഡ്, ആംഗ്രി, ഇറിറ്റേറ്റിംഗ്, ടെൻഷൻ, നോർമൽ, ബോറിംഗ് എന്നിവയൊക്കെയാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്ന 7 മൂഡുകൾ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഹാബിറ്റ് ട്രാക്കറിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ കാലണ്ടർ പേജും വരച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു പെൻസിലായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ബ്രഷ് പെൻ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഹാബിറ്റ് ട്രാക്കർ പേജിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഈ ഒരു സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫാമുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാധനം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് മാത്രമല്ല വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ഇതേപോലെ നമുക്ക് എല്ലാ കളികൾ ഇതേപോലെ ഇങ്ങനെ ബോക്സസ് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ എത്ര ഡേറ്റ് ഉണ്ടോ അത്രയും ബോക്സസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ആഴ്ചകൾ അനുസരിച്ച് തന്നെ വേണം കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ബോക്സസ് ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ കാലണ്ടർ പേജ് ഇവിടെ തന്നെ വരച്ചു കൊടുത്തത്. ഞാനിവിടെ റെഡ് പെനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇങ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലിറ്റർ പെനോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാനിവിടെ കാലണ്ടറിന് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞാനിവിടെ കാലണ്ടർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ഹാബിറ്റ്സ് നിങ്ങൾക്ക് തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരു പുതിയ പേജാണ് എടുത്തിട്ടുള്ളത്, സ്ലീപ്പ് ട്രാക്കർ എന്നുള്ളൊരു പേജ്. ഈ പേജിൽ നമ്മൾ എന്താണ് എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങി എന്ന് ട്രാക്ക് ചെയ്യുന്ന ഒരു പേജാണ് സ്ലീപ്പ് ട്രാക്കർ പേജ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതേപോലെ വട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അതിനകത്തുള്ള അകത്തുള്ള ഭാഗം ഒരു നൈറ്റ് ലാൻഡ്സ്കേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറേ കോണുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ അതേപോലെ വരച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ എല്ലാ കോളത്തിനകത്തും ഞാൻ ഓരോ ഡേറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ റെഡ് പെൻ വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പെൻ വെച്ചിട്ട് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ റെഡ് പെന്നാണ് ഉപയോഗിക്കുന്നത്.
അടുത്തതായിട്ട് ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഓരോ കളേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത്. മഞ്ഞ ബിലോ 8 hours, പിന്നെ ഓറഞ്ച് 8 to 9 hours, പിന്നെ റെഡ് മോർ ദാൻ 9 hours ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പേജാണ് റീഡിംഗ് ട്രാക്കർ. ഈ ട്രാക്കറിൽ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തായാലും റീഡിംഗ് ബന്ധമായിട്ടുള്ളതായിരിക്കുന്നത്. അപ്പോൾ ഞാനിതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേജിൽ നമ്മൾ ഓരോ ദിവസവും എന്തോരം നമ്മൾ ഒരു ബുക്കോ നമ്മൾ വല്ല കഥപുസ്തകം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തോരം നമ്മൾ വായിച്ചോന്ന് നമ്മൾ ട്രാക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു പേജാണ് റീഡിംഗ് ട്രാക്കർ. ഇതെല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ തപ്പിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതിനകത്ത് ഞാനൊരു വെയർ ഹൗസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കുറേ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യെല്ലോ കളർ കൊടുക്കുന്നത് ഞാൻ ഒട്ടും വായിച്ചിട്ടില്ല എന്ന്. പിന്നെ പിങ്ക് ഞാൻ 1 to 4 pages ഞാൻ വായിച്ചിരുന്നു. പിന്നെ 6 ഞാൻ 4 to 5 pages. പിന്നെ ഞാൻ റെഡ് കളർ കൊടുക്കുന്നത് മോർ ദാൻ 5 pages ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ പേജ് വരുന്നത് വാട്ടർ ഡ്രിങ്കിങ് ട്രാക്കർ എന്നുള്ളൊരു പേജാണ്. ഇതിനകത്ത് നമ്മൾ ഒരു ദിവസം നമ്മൾ എന്തോരം വെള്ളം കുടിച്ചു എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുന്നൊരു പേജാണ് കേട്ടോ വാട്ടർ ഡ്രിങ്കിങ് ട്രാക്കർ എന്നുള്ളൊരു പേജ്. അപ്പോൾ ഈ പേജിൽ ഞാൻ എല്ലാം താഴെയായിട്ട് ഇങ്ങനൊരു പോണ്ട് പോലെയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. പോണ്ടിൻ്റെ ഒരു ടീം രണ്ടും കൂടെ ബേസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് പോണ്ടായിരുന്നു ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോണ്ടാണ് വരച്ചു ഒരു ഫുൾ ഗ്ലാസ് ഞാൻ വരച്ചിരിക്കുന്നത് ഫുള്ളുണ്ടെങ്കിൽ 2 ഗ്ലാസ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും കൊടുക്കാറുള്ള പോലെ തന്നെ ഗോൾസും പിന്നെ ക്രിസ്മസ് ഡൈസ് അത് ഞാനൊരു പുതിയതായിട്ട് കൊടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ കുറേ ഡൈസൊക്കെ ആക്കും, നമ്മൾ DIYs ഒക്കെ ആക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർ ഡ്രിങ്കിങ് ട്രാക്കറിന് ഇതേപോലെ ഞാൻ 4 glasses ആണ് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 8 glasses ഓഫ് വാട്ടർ കുടിക്കണം എന്നാണ് കേട്ടോ. ലാസ്റ്റായിട്ടാണ് ഞാൻ 30 വരെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫുള്ളൊന്ന് റിവീൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുണ്ടാക്കിയ പ്ലാനർ ഇമെയിലിൽ കാണുന്ന Gmail അക്കൗണ്ടിലേക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത പ്ലാനർ വീഡിയോയിൽ നിങ്ങളുടെ പ്ലാനറിൻ്റെ ഫോട്ടോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ജനുവരി മാസത്തെ പ്ലാനറിൻ്റെ തീം ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് മൂൺ ആൻഡ് സ്റ്റാർസ് തീമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.